അപ്പോൾ യൂണിറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സാധാരണ പറയുന്നൊരു യൂണിറ്റ് ബലത്തിൻ്റെ യൂണിറ്റ്, സ്ഥിരമായിട്ട് PSC ചോദിക്കുന്നൊരു യൂണിറ്റാണ്. ബലത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുമ്പം നമ്മൾ സാധാരണ പറയുക ഒന്ന് ന്യൂട്ടൺ. അപ്പോൾ ഈ ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ, SI യൂണിറ്റാണ് ന്യൂട്ടൺ. ബലത്തിൻ്റെ CGS യൂണിറ്റ് എന്ന് പറയുന്നത് ഡൈനാണ്. അപ്പോൾ ബലത്തിൻ്റെ SI യൂണിറ്റ് ന്യൂട്ടൺ ആണെങ്കിൽ ബലത്തിൻ്റെ CGS യൂണിറ്റ് എന്ന് പറയുന്നത് ഡൈനും. അങ്ങനെയാണെങ്കിൽ ബലത്തിൻ്റെ വ്യുൽപ്പന്ന യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. അതായത് നമുക്ക് ഫിസിക്സിൽ ഒരു 7 അടിസ്ഥാന യൂണിറ്റുകളുണ്ട്. ആ 7 അടിസ്ഥാന യൂണിറ്റുകളാണ് നീളം മീറ്റർ, സമയം സെക്കൻഡ്, പിണ്ഡം കിലോഗ്രാം, പദാർത്ഥത്തിൻ്റെ അളവ് മോൾ, വൈദ്യുത പ്രവാഹം ആംബിയർ, പ്രകാശ തീവ്രത കാൻഡില, ഊഷ്മാവ് അളക്കുന്ന യൂണിറ്റ് കെൽവിൻ. അങ്ങനെ 7 അടിസ്ഥാന യൂണിറ്റുകളുണ്ട്. ഈ അടിസ്ഥാന യൂണിറ്റുകളിൽ നിന്ന് രൂപപ്പെടുന്നതോ അടിസ്ഥാന യൂണിറ്റുകളോട് ചേർന്ന് നിൽക്കുന്നതോ ആയ അളവുകളെയാണ് വ്യുൽപ്പന്ന യൂണിറ്റുകൾ എന്ന് പറയുക. അപ്പോൾ ഈ ബലത്തിൻ്റെ വ്യുൽപ്പന്ന യൂണിറ്റ് എന്ന് ചോദിച്ചാൽ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് പറയുക. അപ്പോൾ ബലത്തിന് 3 യൂണിറ്റുകളായി. ഒന്ന് ന്യൂട്ടൺ SI യൂണിറ്റ്, 2 ഡൈൻ CGS യൂണിറ്റ്, 3ാമത്തെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, അതിനെയാണ് വ്യുൽപ്പന്ന യൂണിറ്റ് എന്നും പറയുക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു.